അപ്പോൾ നമുക്കടുത്തതായി സഞ്ചരിക്കേണ്ടത് മലപ്പുറത്തേക്കാണ്. മലപ്പുറം മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ട. തനിച്ചു നിന്നാലും ലീഗ് വിജയിക്കുന്ന മണ്ഡലം. മലപ്പുറത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രവും കണക്കും എന്നും പച്ചപുതച്ചാണ് കിടക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം 19 എണ്ണത്തിൽ 18 ജയിച്ചത് മുസ്ലിം ലീഗാണ്. സ്ഥാനാർത്ഥികളെ വേഗത്തിൽ പരിചയപ്പെടാം. നമുക്ക് പരിചിതരായ ആളുകൾ തന്നെയാണ്. അവരിതാ എത്തിക്കഴിഞ്ഞു. ടി മുഹമ്മദ് ബഷീർ മുസ്ലിം ലീഗിന് വേണ്ടി ഇറങ്ങുന്നു. വി വസീഫ് CPIM-ന്റെ സ്ഥാനാർത്ഥിയായി, BJP സ്ഥാനാർത്ഥിയായി M അബ്ദുൾ സലാമും എത്തുകയാണ്. ഇക്കുറി 3 സ്ഥാനാർത്ഥികളും മണ്ഡലത്തിൽ തങ്ങളുടെ സ്വാധീനം വ്യക്തമാക്കുന്ന രീതിയിൽ പ്രചാരണത്തിലൂടെ കടന്നുപോയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് മലപ്പുറത്തെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിലേക്കാണ് വരേണ്ടത്. മലപ്പുറത്തെ വോട്ടിനെ കുറി സ്വാധീനിക്കാൻ പോകുന്ന ഘടകങ്ങൾ നമ്മൾ എണ്ണിയെടുത്തു കഴിഞ്ഞാൽ ഇത്തവണ ഇപ്പോൾ കടുപ്പമായി നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. മുസ്ലിം ലീഗിന് ഇതുവരെ നേരിടേണ്ടി വരാത്ത ഒരു പ്രതിസന്ധി. മുസ്ലിം ലീഗ് സമസ്ത ഭിന്നത അതെങ്ങനെയായിരിക്കും ഇത്തവണ വോട്ടുകളെ സ്വാധീനിക്കാൻ പോകുന്നത്? SDPI വെൽഫെയർ പാർട്ടി വോട്ടുകൾ ഏത് പെട്ടിയിൽ പോയി വീഴും? പൗരത്വ നിയമ ഭേദഗതിയടക്കം ന്യൂനപക്ഷ വിഷയങ്ങൾ ആരെ തുണയ്ക്കും? മണ്ഡലത്തിൽ യുവ വോട്ടർമാർ ഏറെയുണ്ടിക്കുറി. അവർ ആർക്കൊപ്പം നിൽക്കും? അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിലയിരുത്തൽ കൂടി നടക്കും മലപ്പുറം മണ്ഡലത്തിൽ. അപ്പോൾ നമുക്ക് വിശദാംശങ്ങൾ അറിയാൻ പോകാം അഷ്കർ അലിയിലേക്ക്. അഷ്കർ അലി, മലപ്പുറം പച്ച പുതച്ച് കിടക്കുന്ന ചരിത്രത്തിന് ഇക്കുറി ഒരു ഭിന്നത ചെറിയ രീതിയിൽ തടസ്സമാകുമോ? കറന്റ് ട്രെൻഡ് എങ്ങനെയാണ്? ആവേശത്തിമർപ്പിലാണ് മലപ്പുറം സുജയ. കാരണം ഈ ഘട്ടത്തിൽ പല വിഷയങ്ങളും മാറി മാറി മറിയുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സമസ്ത ലീഗ് തർക്കം തന്നെയാണ്. അല്പസമയം മുമ്പുണ്ടായിരുന്ന ട്രെൻഡിലേക്ക് മാറി സമസ്തയുടെ പുതിയ സംയുക്ത പ്രസ്താവന വരുന്നു. ഈ രീതിയിൽ സമസ്ത ലീഗ് തർക്കം ഓരോ ദിവസങ്ങളിലും മാറി മറിയുന്ന സാഹചര്യമുണ്ട്. അത് എങ്ങനെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. മറുഭാഗത്ത് SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ UDF പ്രഖ്യാപിച്ചെങ്കിൽ പോലും അത് UDF തന്നെ തള്ളിക്കളയുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് നിർണായകമായ ഇവരുടെ വോട്ട് ബാങ്ക് അത് ആർക്ക് പോകുമെന്നുള്ളതും വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. കരുത്തനായ യുവ സ്ഥാനാർത്ഥി രംഗത്തിറക്കി തന്നെയാണ് ഇടതുപക്ഷവും പ്രചാരണത്തിന് ആക്കം കൂട്ടുന്നത്. കാരണം യുവ വോട്ടർമാർക്ക് വലിയ സാന്നിധ്യമുള്ള മണ്ഡലത്തിൽ ഒരു യുവ നേതാവിലൂടെ അട്ടിമറി നടത്താമെന്നുള്ള പ്രതീക്ഷ ഇടതുപക്ഷം വെച്ച് പുലർത്തുന്നു. 2004 TK ഹംസയിലൂടെ ചരിത്രം മാറ്റിയ ഒരു സംഭവം കൂടി ഇടതുപക്ഷത്തിന് പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് വസീഫ് ആവർത്തിക്കുന്നത്. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് എന്ത് തന്നെ സംഭവിച്ചാലും 1 ലക്ഷത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് അത്രയും സ്ട്രോങ് ആണ് തങ്ങളുടെ ബെൽറ്റ് എന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. തങ്ങൾ കേഡർ വോട്ടുകൾ കൊണ്ട് മാത്രം ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം ഇത്രയും തങ്ങൾക്കുണ്ടാകുമെന്ന് ടി മുഹമ്മദ് ബഷീറിന്റെ ക്യാമ്പും പറയുന്നു. അങ്ങനെ വലിയൊരു ആവേശത്തിലാണ് ഈ ക്യാമ്പുകളും ഉള്ളത്. DYFIയും SFIയും ഒക്കെ വസീഫിന് വേണ്ടി കഠിനമായ പ്രയത്നത്തിൽ നിൽക്കുന്നു. നേരത്തെ അബ്ദുള്ളക്കുട്ടി മത്സരിച്ചപ്പോൾ വോട്ട് ഉയർത്തിയതുപോലെ VT രമ പൊന്നാനിൽ വോട്ട് ഉയർത്തിയതുപോലെ സമാനമായ രീതിയിൽ തന്നെ മലപ്പുറം ജില്ലയാണെങ്കിൽ പോലും ഇത്തവണ വോട്ട് ഉയർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് V അബ്ദുൾസലാം ഉള്ളത്. നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ VC കൂടിയായിരുന്നു BJP സ്ഥാനാർത്ഥി M അബ്ദുൾസലാം. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിബന്ധവും അതുപോലെ തന്നെ ജില്ലയുമായുള്ള ബന്ധമൊക്കെ തന്നെ വോട്ടായി മാറുമെന്ന് BJP ക്യാമ്പും പ്രതീക്ഷിക്കുന്നു. സ്വാഭാവികമായും ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് മലപ്പുറം പോകുന്നു. ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ മലപ്പുറത്ത് ഇനി എന്ത് സംഭവിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാക്കി ജനങ്ങൾ അതിന് ജനവിധി എഴുതാൻ പോവുകയാണ് സുജിയ. ഓക്കെ, താങ്ക് യു അഷ്കർ അലി. നമുക്ക് സ്ഥാനാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യത കൂടി അറിയാം. KYC മൂന്ന് സ്ഥാനാർത്ഥികളും ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. അവരുടെ വിദ്യാഭ്യാസ യോഗ്യത കൂടി അറിയണം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന MP നമ്മുടെ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങി തരേണ്ടവരാണ്. ടി മുഹമ്മദ് ബഷീർ, V വസീഫ്, M അബ്ദുൾ സലാം 3 സ്ഥാനാർത്ഥികളുടെയും വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ടി മുഹമ്മദ് ബഷീറിന്റെ വിദ്യാഭ്യാസ യോഗ്യത SSLC ആണ്. V വസീഫ് MCom MEd ആണ്. M അബ്ദുൾ സലാം PhD ആണ്. ഇതാണ് മലപ്പുറത്തെ സ്ഥാനാർത്ഥികളുടെ KYC.